അതെ, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസ്. പിന്നെ സ്വർണ്ണപ്പാളി, ഈ MLA പോയ ചുമന്ന കാറ് ഈ നടീൻ്റെ എന്നറിയോ? അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ന്യൂസ്. അല്ല, നമ്മുടെ നാട്ടിലെ തെരുവുനായ ശല്യത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവോ? അത് എന്നാലും ഈ MLA എവിടെയാ പോയെന്ന് വല്ല പിടുത്തമുണ്ടോ? ഇനി വല്ല തമിഴ്നാട്ടിലേക്കാണോ? ഇതിപ്പോ ലാഭമല്ലോ. അഴിമതി ആരോപണം, കടക്കണി, വികസന മുരടിപ്പ്, കെടുകാര്യസ്ഥത, എന്തിനെ കുറിച്ച് ചോദിച്ചാലും ഏതെങ്കിലും ലൈംഗിക ആരോപണ കേസം ഇട്ടുകൊടുക്കാം. അപ്പൊ ഒന്നിനും മറുപടി പറയണ്ടല്ലോ. 9 വർഷങ്ങൾക്ക് മുൻപ് ഒരു സോളാർ കേസ് ഓർമ്മയുണ്ടോ? അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ എന്തൊക്കെ ബഹളായിരുന്നു. എല്ലാം കഴിഞ്ഞ അവസാനം ആ മനുഷ്യൻ ശരിക്കും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും ഒരു പീഡന കേസ് ഉയർന്നു വന്നിരിക്കുന്നു. സോളാർ കേസ് മുതൽ ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പറക്കുന്ന ഒരു ജാരസന്തതിയായി മാറിയിട്ടുണ്ട് ഈ സ്ത്രീ വിഷയം. അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിലെ ചിലതിന്റെ നിലവാരത്തിലേക്ക് വരുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ. ഇതിനേക്കാളൊക്കെ അരോചകം പീഡനാരോപണങ്ങൾ കഴുകിക്കളയാത്ത സ്വന്തക്കാരെ ഒക്കെ തിരുത്തിക്കൊണ്ടുള്ള സദാചാര പ്രസംഗമാണ്. ലൈംഗിക ആരോപണം നേരിട്ട തങ്ങളുടെ MLA പുറത്താക്കി കഴിഞ്ഞാൽ കോടതി പിന്നെ അയാളെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ MLA സ്ഥാനം അതുപോലെ തിരികെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച CPM ആണ് ഇപ്പൊ ഒരു സംശയമില്ലാതെ ആരോപണ വിധേയൻ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിലും സ്വന്തം ഒക്കത്തിരിക്കുന്നതിന്റെ ദുർഗന്ധം ഒരിക്കലും LDF അനുഭവപ്പെടില്ല. ഇനി ചില കോടതി പരാമർശങ്ങൾ കൂടി പറയാതെ വയ്യ. വിവാഹിതരാകാതെ ഒരുമിച്ച് കഴിയുകയും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു കഴിയുമ്പോൾ പുരുഷനെതിരെ ബലാത്സംഗ കുറ്റം ആരോപിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കൂടെ ആവർത്തിച്ചു പറഞ്ഞു. കുറ്റാരോപിതനെ ബന്ധപ്പെട്ട പാർട്ടി പുറത്താക്കി. ഇനി അത് പീഡനമാണോ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. അല്ലാതെ ഗൗരവമാർന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലൈംഗിക ആരോപണ കേസുകൾ ഉപയോഗിക്കരുത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1.57 ലക്ഷം കോടിയായിരുന്ന പൊതുക്കടം ഇപ്പൊ 5.5 ലക്ഷം കോടിയായി. അഴിമതി ആരോപണങ്ങൾ നാടും വീടും വിട്ട് ശബരിമല വരെ എത്തി. കർഷകരുടെ അവസ്ഥ ദയനീയായി. നെല്ല് സംഭരണം വെള്ളത്തിലായി. പഞ്ചായത്തുകൾ മയക്കുമരുന്ന് കേന്ദ്രങ്ങളായി. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സർക്കാർ വിശദീകരണം നൽകണം. അല്ലാതെ എന്ത് ചോദിച്ചാലും ലൈംഗികാരോപണ കേസുകൾ എടുത്തിടുന്നത് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനില്ലാത്തത്